ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ടൂറിനൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 6 മാസം മുമ്പ് യൂറോപ്പിന് ഒരു ടൂറിന് പോയി. അപ്പോൾ തിരഞ്ഞെടുത്ത ഏജൻസി വളരെ മോശമായിരുന്നു. അതുകൊണ്ട് എനിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിന് 25 പേർക്കും ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിച്ചിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടില് ടൂറിന് പോകുന്ന ഒരു ട്രെൻഡ് ആയിരിക്കുകയാണ്. എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ടൂറിന് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇത്രയും മോട്ടിവേറ്റ് ആയല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് തന്നെയാണ് വേണ്ടിയത്. കാരണം നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുക, എൻജോയ് ചെയ്യുക എന്നത് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏജൻസികളെ സൂക്ഷിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മളൊരു ടൂർ പാക്കേജ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയെ ചൂസ് ചെയ്യുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. അനുഭവത്തിൽ നിന്ന് പറയുവാണേ. ശരിക്കും പറഞ്ഞെന്നാൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ ചെക്ക് ചെയ്തിട്ട് ആ ഏജൻസി വഴി പോകാൻ തീരുമാനിക്കാവൂ. ഒരു ഏജൻസിയെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നൊന്ന് പറയാം. അതിലൊന്നാമതായി വേണ്ടിയത് അവരുടെ ഐറ്റിനറി നല്ലവണ്ണം വായിച്ചു നോക്കണം. അങ്ങനെ ആ ഐറ്റിനറി നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യാവൂ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതനുസരിച്ച് കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ അയ്യോ നല്ലൊരു ഏജൻസിയാണ്, നല്ല അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്ത ഏജൻസിയാണ്, അപ്പോൾ നമുക്ക് നല്ല ഭയങ്കര ഹൈ ക്വാളിറ്റി ലക്ഷറി ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങ് വീണു പോകും. ശരിയാണ്, മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കൊടുക്കാതെ ആരെങ്കിലും കൊണ്ടുപോകുന്ന പോലും നമ്മൾ ഓർക്കത്തില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും 6 മാസം മുമ്പ് നടന്ന കാര്യം ഞാൻ എന്താ ഇത്രയും നാളും വൈകിയെന്ന്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഒരു ഏജൻസിയെയും അങ്ങോട്ട് കുറ്റം പറയാനായിട്ട് ഇഷ്ടമില്ല, അവരെ താറടിച്ച് കാണിക്കാനുമായിട്ടുമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മെന്റലി എന്ത് പറയണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആണ് ഇത്രയും ദിവസം തള്ളി നീക്കി. എങ്കിലും പറയേണ്ടത് എൻ്റെ ഒരു ധാർമ്മിക കടമയാണെന്ന് കരുതി ഞാൻ പറയുകയാണ്. കാരണം നമ്മളൊരു ട്രിപ്പിന് പോകുന്നത് നമ്മൾ എൻജോയ് ചെയ്യാനാണ് അല്ലേ. നമ്മളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ മധുര സ്മരണകളെയൊക്കെ അങ്ങനെ ആയവരൊക്കെ സന്തോഷമായിട്ടിരിക്കേണ്ടതാണ്. അല്ലാതെ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞോ അല്ലെ കംപ്ലൈന്റ് എഴുതിയോ അങ്ങനെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. അതല്ല നമ്മുടെ ഉദ്ദേശവും. നമ്മൾ യൂറോപ്പിനൊക്കെ പോകുന്നത് അതോ ഇത്രയും ഭീമമായ ഒരു തുക 3.5 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് പോകുന്നത് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിന് തക്ക കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ വേണം ഉറപ്പുവരുത്തേണ്ടത്. അല്ലാതെ നമ്മുടെ ഏജൻസി ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അങ്ങനെ നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സൈൻ ചെയ്യാവുള്ളൂ. വൺസ് ആ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അക്ഷരങ്ങളിലൊക്കെ വല്ലതൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഒരു രക്ഷയില്ല കേട്ടോ. അവരോടൊന്നും പറഞ്ഞാലൊന്നും ഈൽഡ് ചെയ്യുന്ന മനുഷ്യരല്ല. നമ്മുടെ സിഗ്നേച്ചർ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാനൊന്നും പോയെന്നൊന്നും രക്ഷപ്പെടത്തില്ല. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്തൊക്കെയാ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ. അതുപോലെ തന്നെ ഈ 14 ദിവസത്തെ ടൂറൊക്കെ പോയി 5-8 രാജ്യങ്ങളൊക്കെ പോകുമ്പോഴത്തേനാണ് ഓരോ രാജ്യത്തും എന്തൊക്കെ കാണാനുള്ളതെന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ കയറാനായിട്ട് നമുക്ക് ടിക്കറ്റും ഇൻക്ലൂഡഡ് ആണോ നോക്കണം. ഫോർ എക്സാമ്പിൾ ഐഫൽ ടവറിന്റെ 3ാമത്തെ നില വരെ കയറാനായിട്ടും പിസ ടവറിൽ കയറാനായിട്ട് റെയിൻ ഫോൾസിലെ ഒരു ബോട്ട് യാത്ര, പിന്നെ കൊളോസിയത്തിൽ കയറാനായിട്ടുള്ള ഒരു ടിക്കറ്റ് എന്ന് വേണ്ട. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എവിടെയൊക്കെ കയറാനായിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കണം. സപ്പോസ് ഇൻക്ലൂഡഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചെണ്ണം എങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കരുത്. ഞങ്ങൾ പോയ ഏജൻസി ആകെ ഐഫൽ ടവറിന്റെ 2nd ഫ്ലോറിൽ കൊണ്ടുപോയി, വത്തിക്കാനിലെ ഒരു മ്യൂസിയത്തിലും കൊണ്ടുപോയി. ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. മറ്റേതൊക്കെ അതിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ഇതാണ് കൊളോസിയം, ഇതാണ് പിസ ഗോപുരം, ഇങ്ങനെയൊക്കെ മാത്രമാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. 6 സ്ഥലത്തെ അഡ്മിഷൻ ടിക്കറ്റ് എങ്കിലും ഇല്ലെന്ന് പറയുവാണെങ്കിൽ ആ കമ്പനിയെ മാറ്റണം, അവിടെ നിങ്ങൾ പോകരുത്. കാരണം ചില ഏജൻസി എല്ലാം ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ക്ലിയർ അല്ലെന്ന് പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കണം, ഇന്ന സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന പോലെ എല്ലാം കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ. സപ്പോസ് നമ്മൾ ഓർക്കും ഓക്കെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിൽ ഇച്ചിരി കുറവാണ്, നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണാം, സപ്പോസ് കൊളോസിയത്തിൽ പോകാനായിട്ടോ അല്ലെങ്കിൽ പിസ ഗോപുരത്തിൽ കയറാനായിട്ടോ ഒക്കെ നമുക്ക് ടിക്കറ്റ് എടുത്തേക്കാം, നെവർ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടല്ലോ അതിനു പോലുള്ള സമയം നമുക്ക് തരത്തില്ലെന്നുള്ളതാണ്.
നേരത്തെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ചെന്നാലൊന്നും കയറാനൊന്നും പറ്റത്തുമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് അത് കണിശമായിട്ടും ചോദിച്ചിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമതായിട്ട് ഭയങ്കര അത്യാവശ്യമാണ് നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ സ്റ്റേ എവിടെയാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടോ. ചിലപ്പം പറയും 4 സ്റ്റാർ ഹോട്ടൽ ഇറ്റ്സ് ഓക്കെ, കാരണം 4 സ്റ്റാർ എന്നൊന്നും പറഞ്ഞൊന്നും യൂറോപ്പിലൊന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്നും വരത്തില്ല കേട്ടോ. എങ്കിലും ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. 3 സ്റ്റാർ ഹോട്ടലിലാണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഏജൻസി വഴി ഒരു കാരണവശാലും പോകരുത്. കാരണം ഈ 3 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും വലിയ ഏതാണ്ട് കാര്യമാണ്. ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ലോഡ്ജിനേക്കാളും കിടയായിട്ടുള്ളതായിരിക്കും. അവിടെ ലിഫ്റ്റ് കാണത്തില്ല, പിന്നെ റൂമിൽ ചിലപ്പോൾ AC കാണത്തില്ല, അവിടുത്തെ ഒരു ഫാൻ പോലും നമുക്ക് കാണത്തില്ല. 3rd ഫ്ലോറിലാണ് എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത്. 30 കിലോ തൂക്കമുള്ള പെട്ടിയും കൊണ്ട് എങ്ങനെ അവിടെ കയറും? ഓഫ് കോഴ്സ് അവരെന്നെ സഹായിച്ചു എന്ന് പറഞ്ഞെന്നാലും അതല്ലല്ലോ, നമുക്ക് എപ്പോഴും വല്ലവരുടെയും സഹായമൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കുന്നത്. അതുകൊണ്ട് 3 സ്റ്റാർ ഹോട്ടലാണ് യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും ആ ഏജൻസി വഴി പോകരുത്. നിങ്ങൾ ശരിക്കും വിഷമിക്കും. ഏതേലും ഒരു ഗുജറാവിലായ ഒരു ഹോട്ടലായിരിക്കും, ജാംബുവാന്റെ കാലത്തുണ്ടാക്കിയ ഒരു ഹോട്ടൽ ആയിരിക്കും കൊണ്ടുപോയി അക്കോമഡേഷൻ തരുന്നത്. 4 സ്റ്റാർ വിൽ ബി സംവാട്ട് ഓക്കെ. ഈവൻ ഇവരുടെയൊക്കെ ഹോട്ടലിലോട്ട് കയറാനായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാത്വേ പോലും ഇല്ല. നമ്മുടെ പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ പോലും ഉള്ള സൗകര്യം കാണത്തില്ല. സ്റ്റെപ്പുകൾ 5-6 സ്റ്റെപ്പുകളൊക്കെ വലിച്ചു പൊക്കിക്കൊണ്ട് വേണം കയറിപ്പോകാനായിട്ട്. ഞങ്ങൾ പോയ ഹോട്ടലിൽ എയർ കണ്ടീഷൻ ഉണ്ടെന്നും കൊണ്ടൊരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനും തുളയും പിടിച്ചിട്ട് വർക്ക് ചെയ്യത്തില്ല. ഹെയർ ഡ്രയർ എന്ന് പറയുന്ന സാധനം ഏതാണോ ഒന്നും വർക്കും ചെയ്യുവേല, ഒന്നുമില്ല. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് കിട്ടിയത് 3 സ്റ്റാർ ഹോട്ടലിൽ പോയത്. മൂന്നാമതായിട്ട്, അല്ലെങ്കിൽ ഇത് ഒന്നാമതായിട്ട് തിരക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിൽഡ് വാട്ടർ തരുമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കണം. സാധാരണ ഞാൻ എത്ര ടൂറിന് പോയിട്ടുണ്ടെന്ന് അറിയാമോ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ, അവരെല്ലാവരും നമുക്ക് ബസ്സിലോട്ട് കയറിയെന്നാൽ ഉടൻ തന്നെ അവർ വെള്ളം തരും. അപ്പോൾ ഒരു വലിയൊരു ബോട്ടിൽ, 2 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വലിയൊരു ബോട്ടിൽ തരും, അല്ലെങ്കിൽ ചെറിയ ഒരു 1/2 ലിറ്ററിന്റെയോ 750 ml ബോട്ടിലകത്ത് വെള്ളം തരും. ചിലരൊക്കെ വീണ വേൾഡ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം വേണേലും വെള്ളം നമുക്ക് കുടിക്കാനും മാത്രം അവർ തരും. കാരണം വെള്ളമൊക്കെ എന്ന് പറയാൻ നമ്മുടെ ബേസിക് നീഡാണ്, മനസ്സിലായോ? ഞങ്ങളുടെ ഏജന്റ് ഉണ്ടല്ലോ, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഞങ്ങൾക്ക് തന്നില്ലെന്നുള്ള, ഒരു ഡ്രോപ്പ് വെള്ളം പോലും നമുക്ക് തന്നില്ല. അപ്പൊ വെള്ളം തരുമോ എന്ന് ചോദിക്കണം. കാരണം യൂറോപ്പിലൊക്കെ പബ്ലിക്കിലെ എവിടെന്ന് ബാത്റൂമിലെ വെള്ളം വരെ കുടിക്കാമെന്നാ പറയുന്നത്. നമുക്ക് വെള്ളമില്ല. ഈവൻ ഹോട്ടലിൽ ചെന്നിട്ട് പോലും അവിടെ വെള്ളമില്ല. വെള്ളം ചൂടാക്കാനായിട്ടുള്ള ഒരു സാധനം പോലും ഇല്ല അവിടെ. എന്നിട്ട് പറയാണ് വെള്ളം ഇല്ലെന്ന് പറയാൻ ബാത്റൂമിലെ വെള്ളം പിടിച്ചു കുടിച്ചോളെ. നമുക്ക് ബാത്റൂമിൽ നിന്ന് വെള്ളം പിടിച്ചു കുടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതില്ലേ? ഇവര് തന്നില്ലെന്നുള്ളതാണ്. പിന്നെ ഞാൻ വേറെ ഏജൻസികളെയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവരൊക്കെ യൂറോപ്പിന് കൊണ്ടുപോകുന്നവർക്കൊക്കെ ചെല്ലുമ്പോഴേ വെള്ളം കൊടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വെള്ളം തരുവേലെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നിങ്ങൾ ആ ഏജൻസിയെ വിടണം. പോകുന്ന വഴിക്ക് എവിടെയായാലും പബ്ലിക് ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് താഴോട്ട് പോവുകയാണെ, അത് തന്നെയാണോ മുകളിലോട്ട് കയറി വരുന്നത്? പിന്നെ യൂറോപ്പിലൊക്കെ ആയതുകൊണ്ട് അതൊക്കെ പ്യൂരിഫൈഡും ഒക്കെ ആണെന്ന് വിചാരിക്കാം, മനസ്സിലായോ? അവിടെ എല്ലാവരും ഇങ്ങനെ ഓപ്പൺ പ്ലേസിലെ വെള്ളമൊക്കെയാണ് കുടിക്കുന്നത്. എനിവേ അറ്റ്ലീസ്റ്റ് അവര് നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ദിവസവും തരേണ്ടത് അവരുടെ ഒരു ചുമതലയാണ്. അതൊരു ബേസിക് നീഡാണെന്ന് ഓർത്തോണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവരോട് ചോദിക്കണം, നിങ്ങൾ എത്ര മണിക്കൂറിൽ ഇടവിട്ടാണ് ഒരു ബ്രേക്ക് ടൈം തരുന്നതെന്ന്. എന്റെ പൊന്നെ, നിങ്ങൾക്കറിയാമോ 4.5 മണിക്കൂർ 5 മണിക്കൂർ നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ബാത്റൂം ബ്രേക്ക് തന്നത്. എന്തുകൊണ്ട് തന്നില്ലെന്നറിയാമോ? കാരണം നമ്മളൊരു ബാത്റൂം ബ്രേക്കിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ അവർ പോകും. കാരണം എല്ലാവരും ബാത്റൂമിൽ പോയിട്ടൊക്കെ വരാനായിട്ടാവും. അപ്പം അതനുസരിച്ചാണ്, അപ്പം എത്ര സമയം എടുക്കുന്നതനുസരിച്ചാണ് ഈ ഡ്രൈവറിന് കൂലി കൊടുക്കേണ്ടത്. അപ്പം അത് കൊടുക്കാതിരിക്കാനായിട്ടുണ്ടല്ലോ ഇവർ നമ്മളെ ഒരു റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും നിർത്തത്തില്ലെന്നുള്ളതാണ്. ബസ്സിനകത്തൊരു ബാത്റൂം ഉണ്ട് എമർജൻസി ആയിട്ട് പോകാനായിട്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണം. അതുപോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം ഡ്രൈവർക്ക് അത് ഇച്ചിരി പണിയല്ലേ, പിന്നെ അത് ക്ലീൻ ചെയ്യണ്ടേ, അതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ഇവരുണ്ടല്ലോ പബ്ലിക് ടോയ്ലറ്റ് ഉള്ളിടത്തൊന്നും ഞങ്ങളുടെ ബസ് നിർത്തിയില്ല. നിർത്താതെ കൊണ്ടുപോയി അവരുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞെടുത്ത് കൊണ്ട് നിർത്തി കഴിയുമ്പോൾ അവിടെ ഫ്രീ ആയിട്ടുള്ള ടോയ്ലറ്റ് ഇല്ല. നമ്മൾ പോണെങ്കിൽ €1 കൊടുത്തിട്ട്, എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുത്തിട്ട് വേണം ഒന്ന് പോകാൻ. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. ചിലയിടത്ത് എന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അങ്ങനെ കൊടുത്തു പോലും പേ ചെയ്തു പോലും ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ലാത്തപ്പം നമ്മളോട് പറയും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോട്ട് കയറിക്കോളാൻ പറയും. റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ എന്നാണെന്നറിയാമോ, നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം. 500 ml ഒരു ബോട്ടിൽ വെള്ളത്തിന് €3 കൊടുക്കണം.
3 യൂറോ എടുത്ത് വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ബാത്റൂമിൽ പോകാം. അപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ 300 റുപ്പീസ് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ബാത്റൂമിൽ പോകാൻ. അത് അത്രയും കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ എത്ര നേരം നോക്കിയിരുന്നിട്ട് വേണമെന്നറിയാമോ? ഇങ്ങനത്തെ ഏജൻസി ഉണ്ട്. ഞാനും എൻ്റെ ഗ്രൂപ്പും അനുഭവിച്ച ബുദ്ധിമുട്ടാണെന്ന് പറയുക. ഞങ്ങൾക്ക് അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ടോയ്ലറ്റ് കാണുമ്പോഴേന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. യൂറോപ്പിൽ വന്നു കഴിഞ്ഞപ്പോഴേത്തിനുണ്ടല്ലോ ദൈവമേ, കറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കറങ്ങിപ്പോയി. നമ്മൾ വൺസ് ആ പേപ്പർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ഇതുമില്ല, സിഗ്നേച്ചർ ഉണ്ട്, നിങ്ങൾ എന്നാന്നാ കാണിക്കുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഭയങ്കര മോശമാണ്. ഞങ്ങളുടേതാണ് ലക്ഷറി ട്രിപ്പാണ് ഞങ്ങൾ പോയത് കേട്ടോ. എക്കോണമി അല്ല, ഒന്ന് പ്രീമിയം ഒന്നുമല്ല, ലക്ഷറി എന്നും പറഞ്ഞിട്ട് പോയിട്ടാണ്. 3.5 ലക്ഷം രൂപ കൊടുത്താണ് 14 ദിവസത്തേന് യൂറോപ്പിന് പോയി. എന്നിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. ഫുഡ് എന്ന് പറഞ്ഞാൽ വെറും മോശം ഫുഡ്. കാരണം നമുക്ക് അതിന്റെ റേഷൻ തരുന്നത് പോലെയുള്ള ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസിയുടെ പേര് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, നമുക്ക് പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ നിങ്ങളത് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഫുഡ് എന്നാ സൈസ് ഫുഡാണ് തരുന്നത്, ക്വാളിറ്റി ഫുഡാണോ തരുന്നതെന്ന് ഓർക്കണം. എല്ലാ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഭയങ്കര പന്ന ഫുഡ്. പിന്നെ ഫുഡിനെ നമുക്ക് അത്രയ്ക്കും പറയാൻ പറ്റത്തില്ല, ഇവരെന്തോ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും ഒന്ന് ചോദിച്ചേക്കണം. അപ്പൊ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മള് 14 ദിവസത്തെ ഒരു ടൂറിന് പോയിട്ട് ഒരു ഐഫൽ ടവറിന്റെ 2nd ഫ്ലോർ വരെ പോയെന്ന് പറഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിക്കോണേ. അതുപോലെ ഏജൻസികളോട് ഒന്ന് പറയാനായിട്ടുണ്ട്. നമുക്ക് ശരിക്കും നിങ്ങളെ കുറച്ച് രൂപ കൂടുതൽ ചോദിച്ചെന്ന് പറഞ്ഞാലും ആളുകളുടെ ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൊടുക്കാനായിട്ടും അവർക്കൊക്കെ ബാത്റൂം പ്രിവിലേജസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉള്ള ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ വേണം. എവറി 2 hours ഒരു ബാത്റൂം ബ്രേക്ക്, അല്ലെങ്കിൽ വേണോ വേണ്ടായോ എന്നൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് നോക്കണം. അതിനുള്ള കൂടുതൽ എടുത്താൽ പോലും ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണിശം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം ഈ ഏജൻസിയിലെ വേറെ ഏജൻസികൾ നല്ല ഡീസൻ്റ് ആയിട്ട് പെരുമാറുന്ന ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ ഏത് ഏജൻസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഫീഡ്ബാക്ക് എന്നാണെന്ന് നിങ്ങൾ നോക്കണം. കുറച്ചെങ്കിലും അറിയാൻ പറ്റും. നമ്മൾ ദേഷ്യപ്പെട്ടിടുന്നൊന്നും അവരിടത്തില്ല കേട്ടോ, അവരെടുത്ത് കളയുകയും ചെയ്യും. അതുകൊണ്ട് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും വേണ്ട. എനിവേ ഈ വക കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 25 പേര്, ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ ഗ്രൂപ്പ്. ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് പോയതാണ്. കുറേ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പൈസ മുടക്കിയിട്ട് നമ്മൾ കയറിൻ്റെ അടുത്തൊക്കെ കയറുകയൊക്കെ ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ നമുക്ക് കയറാൻ പറ്റിയില്ലെന്നുള്ളതാണ്. അങ്ങനെ എൻജോയ് ചെയ്ത് നല്ലൊരു ഗ്രൂപ്പായിരുന്നു. പക്ഷേ നമ്മുടെ ഏജൻസി വെറും തറയായി പോയെന്നുള്ളതാണ്. ഭയങ്കര അഡ്വർടൈസ്മെന്റും ഒക്കെ കണ്ടതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അങ്ങോട്ട് ചകഞ്ഞ് അന്വേഷിച്ചില്ല. ഇത് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളുടെ യൂറോപ്പ് ടൂറുകളൊന്നും വേണ്ടെന്ന് വെക്കട്ടെ കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിട്ടയർ ആയ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാം. പിന്നെ ഇച്ചിരി ചെറിയ അസൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. പക്ഷെങ്കിൽ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് നോക്കണം. അപ്പം യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, ബൈ.